രാവിലെ ശ്രീ മാത്യു കുഴൽനാടൻ ചോദ്യം ചോദിച്ച സമയത്ത് മുതൽ UDF അംഗങ്ങൾ ചോദ്യം ചോദിക്കുന്നതിൽ നിരന്തരമായി സ്പീക്കർ ഇടപെടുകയും അവരെ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. വളരെ മോശമായിട്ടുള്ള 20 സെക്കൻഡ് ആകുന്നതിന് മുമ്പ് ചോദ്യം ചോദിക്കുന്നതിൽ UDF അംഗങ്ങളെ ഇടപെട്ട് തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ 9 മിനിറ്റ് ആയപ്പോൾ എന്നോട് മൈക്ക് ഓഫ് ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. വളരെ മോശമായ രീതിയിലാണ്. ഇതാണ് സ്പീക്കർ വളരെ ഒരിക്കലും ഒരു സ്പീക്കറും ആ കസേരയിലിരുന്ന ഒരു സ്പീക്കറും ചെയ്യാത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ ഒരു കിങ്കറിനെ പോലെ സ്പീക്കർ ആ ചെയറിൻ്റെ ആ പദവിയെ നിസ്സാരമാക്കിക്കൊണ്ട് ആ പദവിയുടെ ഗൗരവം കളഞ്ഞുകൊണ്ടാണ് സ്പീക്കർ പ്രവർത്തിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഭരണകക്ഷി MLA ചെയ്യുന്നത് പോലെ, ബാക്ക് ബെഞ്ചിൽ നിന്നൊരു MLA ബഹളമുണ്ടാക്കുന്നത് പോലെ, തടസ്സപ്പെടുത്തുന്നത് പോലെയാണ് വലിയ പ്രധാനപ്പെട്ട സ്ഥാനത്ത് വലിയ കസേരയിലിരിക്കുന്ന ഈ സ്പീക്കർ പെരുമാറുന്നത്. ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞത് എത്ര മിനിറ്റാണ്? 59 മിനിറ്റാണ് മുഖ്യമന്ത്രി ഇന്നലെ മറുപടി പറഞ്ഞത്, അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞത്. ഇനി മുതൽ മുഖ്യമന്ത്രിക്കടക്കമുള്ള മന്ത്രിമാർക്കടക്കമുള്ള സമയം, ആ സമയത്തിൻ്റെ നിന്ന് 1 മിനിറ്റ് അവർ കൂടുതൽ സംസാരിച്ചാൽ ഞങ്ങളത് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകാനുള്ള തീരുമാനം കൂടി ഞങ്ങൾ എടുക്കുകയാണ്. ഈ 2 മണിക്കൂർ 40 മിനിറ്റ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് കേട്ട് അവിടെ ക്ഷമയോടുകൂടി ഇരുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം. എന്നിട്ട് 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വോക്കൗട്ട് പ്രസംഗം. ശ്രീ അച്യുതാനന്ദനൂടെ 36 മിനിറ്റ് പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും, ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ, ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം സംസാരിക്കുന്ന വാക്കൗട്ട് പ്രസംഗം നടത്തുന്ന പ്രതിപക്ഷ നേതാവാണ് ഞാൻ. എന്നിട്ട് പോലും എൻ്റെ പ്രസംഗം ഭരണകക്ഷി അംഗങ്ങൾ, മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ തടസ്സപ്പെടുത്തുകയാണ് നിരന്തരമായി. അതിൻ്റെ കൂടെ ഇന്ന് സ്പീക്കർ കൂടി ചേരുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം ആ കസേരയോട് നീതി പുലർത്തുന്നില്ല എന്ന് വളരെ ദുഃഖത്തോടു കൂടി, പ്രയാസത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും.